ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? നമ്മൾ കുറേ വീഡിയോസ് ഇട്ടു. ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് മണീനെ കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. സ്മാർട്ട് മണി കോൺസെപ്റ്റ്, അതിൻ്റെ കൂടുതൽ വീഡിയോസ് ചെയ്യുക എന്നൊക്കെ. നമുക്ക് അതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാം. സ്മാർട്ട് മണി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കടൽ പോലെയാണ്. കാരണം ഒരുപാട് മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം ഉണ്ട്. അപ്പം നമുക്കതിന്ന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ പെറുക്കിയെടുത്ത് പഠിച്ചിട്ട് പോവാം. അപ്പം ഞാൻ വീഡിയോ ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇതുവരെ ഇട്ടതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. അതുപോലെ അത് കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കണം, നന്നായി മനസ്സിലാക്കണം. കാരണം സ്മാർട്ട് മണി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് മറ്റുള്ള വീഡിയോസ് പോലെ അല്ലെങ്കിൽ ബേസിക് പോലെ വെറുതെ കണ്ടിരുന്ന് ഇങ്ങനെ പോകാൻ പറ്റിയതല്ല. നന്നായിട്ട് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയാലേ ഇനി വരുന്ന വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുള്ളൂ. സോ അതൊക്കെ കാണുക. അതുവരെ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ നമ്മൾ ലോട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്തു. നമ്മൾ പ്രോപ്പ് ഫേമിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തു. സോ പ്രോപ്പ് ഫേം സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോപ്പ് ഫേമിൽ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ വീഡിയോ ഉപകാരപ്പെടും. നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രോപ്പ് ഫേം എന്നുള്ളത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രോപ്പ് ഫേമിൻ്റെ പ്രോസും കോൺസും ആയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണണം. സോ ഇന്ന് നമ്മൾ വന്നത് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അത് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിന് നല്ല കമൻസും മെസ്സേജസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നും നമ്മൾ ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ പലർക്കും ഡൗട്ട് ഉണ്ട്. എന്താണ്, അതായത് എന്തൊക്കെ സംഭവങ്ങളാണ് ട്രേഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്? ആ സെറ്റപ്പാണോ, അതായത് നമ്മുടെ ഓഫീസ് സെറ്റപ്പ് ഇതാണോ നമ്മൾ കാണിക്കാൻ പോകുന്നത്, അത് വേറെ എന്തെങ്കിലും ആണോ? ആക്ച്വലി ഞാൻ ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ട്രേഡ് എടുക്കുക. കാരണം നമുക്കതാണ് വേണ്ടത് അല്ലേ. എന്തൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ഒന്നുമില്ല. ലാപ്പ് യൂസ് ചെയ്യും. ലാപ്പ് യൂസ് ചെയ്തിട്ട് ട്രേഡിംഗ് വ്യൂവിൽ വാച്ച് ചെയ്യും. ലാപ്പിലാണ് ട്രേഡിംഗ് വ്യൂ എടുത്തിടുന്നത്. കാരണം നല്ല വലുതായിട്ട് കാണാം. ഇനി ഫോണിലും നോക്കുന്നവർക്ക് നോക്കാം, കുഴപ്പമില്ല. പക്ഷെ ലാപ്പിലാണ് ഞാൻ നോർമലി ട്രേഡിംഗ് വ്യൂ അതിൽ വാച്ച് ചെയ്യും. അതിൽ വാച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് എൻ്റെ രീതിക്ക് എനിക്ക് പറ്റുന്ന ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ ഫോണിലാണ് എൻ്റെ MT5ഉം MT4 ഒക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഫോണിലാണ് എൻട്രി എടുക്കുക. ഇനി ലാപ്പിൽ തന്നെ MT5ലും MT4ലും പോയി എൻട്രി എടുക്കുന്നവർക്ക് എൻട്രി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ലാപ്പ് ട്രേഡിംഗ് വ്യൂവിൽ നോക്കും, വരയ്ക്കൽ എല്ലാം അതിലാണ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഫോൺ, അപ്പോൾ ഒരു ഫോണും ഒരു ലാപ്പും അത്രയാണ് എൻ്റെ ട്രേഡിംഗ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് 2-3 അക്കൗണ്ട് ഉള്ളത് കൊണ്ട് 2 ഫോണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഫോണും ലാപ്പും, അപ്പോൾ മെയിൻലി ഫോണ് ലാപ്പ് ഇതാണ് എനിക്ക് ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ചിലർ വലിയ സ്ക്രീൻ യൂസ് ചെയ്യുന്നവരുണ്ട്, 2-3 ലാപ്പുകൾ യൂസ് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് ഫോൺസ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വരും. പക്ഷേ എനിക്ക് ബേസിക്കലി ഒരു ഫോൺ ഒരു ലാപ്പ് ഇത്ര മതി എനിക്ക് സാധാരണ ഒരാൾക്ക് ട്രേഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലാപ്പ് ഇല്ലെങ്കിൽ പോലും ഫോണിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂ നോക്കാം. കുറച്ച് ചെറിയ സ്ക്രീൻ ആയതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അതിലും നോക്കിയിട്ട് ട്രേഡ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, ഒരു ലാപ്പും ഫോണും ഉണ്ടെങ്കിൽ ധാരാളമാണ്. പക്ഷേ ആക്ച്വലി ഞാൻ ഇന്ന് പറയാൻ വന്ന ട്രേഡിംഗ് സെറ്റപ്പ് അതല്ല. ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, അതായത് ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ പല രീതിയുണ്ട്, പല സ്ട്രാറ്റജീസ് ഉണ്ട്, പല മെത്തേഡ് ഉണ്ട്. സോ ഓരോ ദിവസവും ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് എന്താണോ എൻ്റെ കണ്ണിൽ കാണുന്നത്, ഏത് സ്ട്രാറ്റജിയാണോ അപ്ലൈ ചെയ്യാൻ തോന്നുന്നത് അതാണ്. ഞാൻ ഒരുപാട് സ്ട്രാറ്റജിയൊക്കെ മാറി അപ്ലൈ ചെയ്യും. ഏതിലാണ് ട്രേഡ് കിട്ടുന്നത് അതനുസരിച്ചിട്ടാണ്. സോ ജസ്റ്റ് കാണിക്കാം. ട്രേഡ് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ആണെങ്കിൽ ജസ്റ്റ് മൊത്തത്തിൽ എങ്ങനെയാണ് സ്ട്രാറ്റജീസ് വരുന്നത്, എങ്ങനെയാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത്, ഒരുപാട് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്, ഒറ്റ സ്ട്രാറ്റജിയാണോ യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോ എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഗോൾഡിൻ്റെ ചാർട്ടാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. സോ ഗോൾഡിൻ്റെ 4 അവർ ചാർട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എപ്പോഴും 4 അവർ ചാർട്ട് എടുക്കും. 4 അവർ ചാർട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ നോക്കും. അപ്പോൾ ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണ് ഗോൾഡ് പോയിരിക്കുന്നത്. കറക്റ്റ് ഇതൊരു റെസിസ്റ്റൻസായി ആക്ട് ചെയ്തിട്ട്, ഇതൊരു സപ്പോർട്ടായി ആക്ട് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു അപ് ട്രെൻഡിലാണ് ഗോൾഡ് മൊത്തത്തിൽ പോകുന്നത്. സോ
ഈ കാര്യം ഞാൻ മനസ്സിലാക്കും. ഇനി ഞാൻ എൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കും. അപ്പോൾ ഞാൻ ട്രേഡ് എടുക്കുന്ന പല രീതികളുണ്ട്. ഒന്ന് സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ തന്നെയാണ് ഇപ്പം മെയിനായിട്ട് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഹയർ ടൈം ഫ്രെയിമിലൊക്കെ ഞാൻ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ മെയിനായിട്ട് സ്മാർട്ട് മണി കോൺസെപ്റ്റിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ ഏത് കോൺസെപ്റ്റിലാണെങ്കിലും ഞാൻ ട്രെൻഡ് എപ്പോഴും നോക്കി വയ്ക്കും. ഇത് 1 അവറിലാണ്. 1 അവറിലും ഇതേ ഒരു ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. ഒരു അപ് ട്രെൻഡാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കി വെക്കും. കാരണം പല സാഹചര്യങ്ങളിലും നമുക്കത് ആവശ്യം വരും. അത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാറുണ്ട്. അപ് ട്രെൻഡാണ് മാർക്കറ്റ് പോകുന്നത്. ഇനി ഞാൻ എൻ്റെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ അത് ഞാനിപ്പോൾ യൂറോ USDയിലാണെങ്കിൽ ഞാൻ ഓൾറെഡി അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂറോ USDയിൽ ഞാൻ ഓൾറെഡി ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ICTയുടെ ഒരു തിയറി വെച്ചിട്ടാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പാണ് ഇത്. വെച്ചിട്ട് ഓൾമോസ്റ്റ് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു സ്കാൽപ്പിംഗ് സെറ്റപ്പാണ്. പ്രത്യേകിച്ച് ട്രെൻഡോ കാര്യങ്ങളോ നോക്കാതെ ചെയ്യുന്ന ഒരു സ്കാൽപ്പിംഗ് സെറ്റപ്പാണ്. അപ്പോൾ ആ സെറ്റപ്പ് ഓൾറെഡി നമ്മൾ ട്രേഡ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ട്രേഡ് ഓൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ജസ്റ്റ് താഴേക്ക് പോയി സ്റ്റോപ്പ് ലോസ് ഒരു 10 പിപ്പ് താഴെയാണ് വെച്ചിരിക്കുന്നത്. ഹിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1:1 റേഷ്യോയിലേക്ക് ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സെറ്റപ്പ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു സമയമാകുമ്പോൾ ഉച്ച സമയമാകുമ്പോൾ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ട്രേഡ് വല്ലതും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ആ സെറ്റപ്പ് വെച്ച് ട്രേഡ് ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കും. അതിൽ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തന്നെ ഞാൻ ഗോൾഡിലും അതുപോലെ തന്നെ 1-2 പെയറിൽ നോക്കും. ആ പെയറിലെല്ലാം അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി ഇന്നത്തെ ട്രേഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് അടുത്ത മെത്തേഡ്സ് ഉണ്ടാകും. അപ്പോൾ തൽക്കാലം ഞാനിത് റിമൂവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. അത് വെച്ച് ട്രേഡ് ചെയ്തിട്ട് അത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഞാൻ ട്രേഡ് എടുക്കില്ല. അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ട് ഈ പ്രത്യേക സമയങ്ങളിലൊക്കെ ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒരു ട്രേഡ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ അങ്ങനെ വരാറില്ല. നല്ലൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഇതിനെയും നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അവിടെയൊക്കെ വല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. ഹയർ ടൈം ഫ്രെയിമിലൊരു സ്ട്രേറ്റ് മാർക്കറ്റാണ് 1 അവറിൽ കാണുന്നത്. കുറച്ചായിട്ടൊരു സ്ട്രേറ്റ് മാർക്കറ്റാണ്. ഈ ഒരു ഏരിയ തൊട്ടിട്ട് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് മാർക്കറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രേറ്റ് മാർക്കറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ കാര്യമായിട്ടുള്ള ഒരു ഇത് കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലെവലിനെ ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് കയറിയായിരുന്നു. വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട്. താഴോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്നൊരു സെല്ലിനുള്ള ചാൻസ് ഉണ്ട് ഹയർ ടൈം ഫ്രെയിമിൽ. ആ ഒരു ചാൻസും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് സെല്ല് കൊടുക്കണം. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് വന്നതുകൊണ്ട് സെല്ല് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരിക്കലും ഇവിടം വരെ എത്തിയിട്ട് ഇത് വീണ്ടും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് അവിടെ ഉണ്ടെന്ന് മനസ്സിൽ ഓർമ്മ വേണം. ഞാൻ പൊതുവെ ഹയർ ടൈം ഫ്രെയിമിലുള്ളതൊക്കെ കാര്യമായിട്ട് സ്മാർട്ട് മണി കോൺസെപ്റ്റ് തന്നെ നോക്കൽ. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും കാര്യമായിട്ട് നോക്കലില്ല. ഇപ്പോൾ സ്മാർട്ട് മണിയും ICT സ്ട്രാറ്റജി ഇങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, അത് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൽ വലിയ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ട്രേഡ് നോക്കും, ഇതിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഫോണിൽ വന്നിട്ട് ട്രേഡ് എടുക്കും. അതാണ് ചെയ്യാറ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇവിടെ വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു പക്ഷേ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കയറാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നോട്ട് ചെയ്ത് വെക്കും. അത് തിരിച്ച് കയറുമോ എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് അപ് ട്രെൻഡ് ആയതാണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ഒരു ഓർഡർ ബ്ലോക്കും കിട്ടും. ഈ ഒരു ഏരിയയിലായിട്ട് ഓർഡർ ബ്ലോക്കും കിട്ടും. ആ ഓർഡർ ബ്ലോക്കിനെയും കൂടി മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിനി അപ്പ് തന്നെ പോവാനുള്ള
ചാൻസസും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സോ ഇങ്ങനത്തെ ചാൻസസ് ഒക്കെ നോക്കി വെക്കും. അത് കറക്റ്റ് സാഹചര്യം പോകുന്നുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. സോ ഇങ്ങനെയാണ് ഞാൻ ഹയർ ടൈം ഫ്രെയിമുകൾ ഏറ്റവും ആദ്യം ഇന്നത്തെ ഡയറക്ഷൻ ജസ്റ്റ് നോക്കി വെക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ICTയുടെ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുള്ള ട്രേഡാണ്. അത് എനിക്ക് ഒരുവിധം പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടാറുണ്ട്. അങ്ങനത്തെ 2-3 പേരിൽ ട്രേഡ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. 80% വിന്നിങ് ചാൻസും ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. സോ അതോടുകൂടി നിർത്തും. പിന്നെ ഇതുപോലത്തെ ഹയർ ടൈം ഫ്രെയിമിൽ വരുന്ന ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് ഇനി അപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ടോ നോക്കി വെക്കും. അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതും ട്രേഡ് എടുക്കും. പക്ഷേ ഇത് ഹയർ ടൈം ഫ്രെയിം ആയതുകൊണ്ട് ചിലപ്പോൾ ഇന്നായിരിക്കില്ല, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നത്. സ്കാൽപ്പിംഗ് രീതിയിൽ എടുക്കുമ്പോൾ ICT സ്കാൽപ്പിംഗ് രീതിയിൽ എടുക്കുമ്പോൾ എന്നും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതുപോലെ തന്നെ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ആയതും എങ്ങനെയാണ് എന്നും കൂടി നമ്മൾ നോക്കിയിട്ടാണെങ്കിൽ ആ ഒരു രീതിക്കും കൂടിയും ട്രേഡ് എടുക്കാറുണ്ട്. അപ്പോൾ പല 2-3 സ്ട്രാറ്റജി ഉണ്ട്. സോ ഓരോ സമയങ്ങളിൽ ഓരോന്ന് അപ്ലൈ ചെയ്യും. ഏതെങ്കിലും ഒന്നിൽ നല്ലൊരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ട്രേഡിങ്ങിന് പോവാറില്ല. ഇങ്ങനെയൊക്കെയാണ് ട്രേഡിംഗ് സെറ്റപ്പ് വരുന്നത്. പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഒരാളുടെ സെറ്റപ്പ് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അത് ഓരോ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും നമ്മുടെ മെത്തേഡൊക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും. പിന്നെ മൊത്തത്തിൽ ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ജസ്റ്റ് സ്പീഡിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസുകൾ. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ ഈസി ആയിട്ട് അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ട്രേഡിംഗ് വ്യൂ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഏതാണോ അത് ഏത് സമയത്താണോ എങ്ങനെയാണോ ആ സമയത്ത് ഇരിക്കുക, അത് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യുക. അതിൽ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അതോടുകൂടി ട്രേഡ് അന്നത്തെ നിർത്തുക, നാളത്തേക്ക് പോവുക. ഇത്രയും സിമ്പിളായിട്ട് ചെയ്തു പോകേണ്ട ആവശ്യമുള്ളൂ. ഭയങ്കരമായിട്ട് ഫുൾ ടൈം ഇരുന്ന് ചെയ്യണം എന്നൊന്നും എനിക്ക് തോന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല സ്ട്രാറ്റജീസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. സോ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ലാപ്പും ഫോണും ഉണ്ടെങ്കിൽ ധാരാളമാണ്. അതുപോലെ ഇത്തരത്തിലുള്ള എൻട്രികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാ ദിവസവും എൻട്രി കിട്ടുന്നില്ല. അപ്പോൾ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 എൻട്രി ആയിരിക്കും ഒരു വീക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്നത് ഒരൊറ്റ സ്ട്രാറ്റജി ആയിരിക്കും. ആ ഒരൊറ്റ സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങളെ സ്റ്റേബിളാക്കി കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ 2-3 സ്ട്രാറ്റജികൾ ഉണ്ടാവും. ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ആഴ്ചയിൽ 1 എൻട്രി ആയിരിക്കും കിട്ടുക, ആഴ്ചയിൽ 2-3 എൻട്രി ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ ഡെയിലി എൻട്രി കിട്ടും, സ്കാൽപ്പിംഗ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ മെത്തേഡായിരിക്കും. എന്ത് മെത്തേഡാണെങ്കിലും ഒന്ന് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ സ്റ്റേബിൾ ആവുക. ഒരു ദിവസം ഒരു അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയാൽ നിർത്തുക, പിറ്റേ ദിവസത്തേക്ക് കിടക്കുക, പിറ്റേ ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നിർത്തുക, പിറ്റേ ദിവസത്തേക്ക് കിടക്കുക. അതല്ലാതെ ഒരു ദിവസം തന്നെ എല്ലാം വേണം എന്നൊരിക്കലും ചിന്തിക്കരുത്. അപ്പോൾ സ്റ്റേബിളായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, റിസ്ക് മാനേജ് ചെയ്ത് സ്റ്റേബിളായിട്ട് പോകണം. അതിന് വേണ്ടത് ലോട്ട് ഓഫ് പ്രാക്ടീസാണ്. ഒരുപാട് പ്രാക്ടീസ് ആവശ്യമുണ്ട്. അത് ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ റിയലിലും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ റിയലിൽ ആദ്യമായിട്ട് ഇടുന്ന ഒരു എമൗണ്ട് എപ്പോഴും ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടാണെന്ന് ചിന്തിക്കുക. കാരണം അത് എന്തായാലും ചെറിയ ചെറിയ ലോസൊക്കെ ആ എമൗണ്ടിന് സംഭവിക്കും. അത് നിങ്ങളുടെ പ്രാക്ടീസ്, നിങ്ങളുടെ ഇമോഷനെയും അതുപോലെ നിങ്ങളുടെ സൈക്കോളജി ആയാലും ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസിങ് എമൗണ്ടായിട്ട് അതിനെ കാണുക. പിന്നെ നിങ്ങൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ട്രേഡ് ചെയ്യുക. സ്റ്റേബിൾ ഇൻകം ഞാൻ ഇപ്പോഴും വീണ്ടും എടുത്ത് പറയുകയാണ്. നമ്മുടെ പൈസ ഇരട്ടിപ്പിക്കലോ അല്ലെങ്കിൽ വലിയൊരു കോടീശ്വരനാവലോ ഒന്നുമല്ല, ഒരു സ്റ്റേബിൾ ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. സോ ഈ ട്രേഡിംഗ് സെറ്റപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടൊക്കെ കമൻസിൽ ചോദിച്ചോളൂ. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബ്രോക്കറിനെ സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബ്രോക്കറിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് സെലക്ട് ചെയ്ത്, നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞതാണ്. ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുമുണ്ട് ഓൾറെഡി. സോ വളരെ സൂക്ഷിച്ച്, ബ്രോക്കറിനെ കുറിച്ചൊക്കെ നമ്മൾ 1-2 വീഡിയോസ്, 2-2ലും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം പോയി കാണുക. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി രജിസ്റ്റർ ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം.
അതുപോലെ നമ്മൾ പുതിയൊരു ചാനൽ ഒരു ഇംഗ്ലീഷ് ചാനൽ ഫോക്കസ്ഡ് FX എന്നുള്ള പേരിൽ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും നമ്മൾ ബിഗിനേഴ്സിനെ കുറിച്ചുള്ള തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടി വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ആ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിലത്തെ വീഡിയോസും ലൈക്ക് ചെയ്യുക. അത് കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.